ഹായ് പ്രിയമുള്ളവരെ, ഞാൻ സൈജു കൊഷ്ടക്കാവ്. ചെമ്പിൾ വീഡിയോസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്നേഹം നിറഞ്ഞ സ്വാഗതം. ചെമ്പിൾ വീഡിയോസിനെ സ്നേഹിക്കുന്ന ഏവർക്കുമായി പുതിയൊരു വീഡിയോ സമർപ്പിക്കുകയാണ്. പുതിയൊരു ക്ഷേത്രത്തിന്റെ വീഡിയോ ആണ്. ചാത്തന്നൂരാണ് ഈ ക്ഷേത്രവും സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ആ ക്ഷേത്രത്തിന്റെ വിശേഷങ്ങളിലേക്ക് പോകുന്നതിന് മുമ്പ് തന്നെ നിങ്ങൾ എന്റെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ബെല്ലൈക്കൺ അമർത്തുമ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വ്യത്യസ്തമായ വീഡിയോകളെല്ലാം തന്നെ, ഭക്തിസാന്ദ്രമായ വീഡിയോകളെല്ലാം തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വന്നു ചേരുന്നതാണ്. അപ്പൊ നിരവധിയായ വിശേഷങ്ങളുള്ള ഒരു ക്ഷേത്രമാണ് ഈ ക്ഷേത്രം. കാഞ്ഞിരത്തുമ്പുഴ ശ്രീ ഭദ്രകാളി അന്നപൂർണേശ്വരി ദേവി ക്ഷേത്രം. അതായത് ചാത്തന്നൂർ ജംഗ്ഷനിൽ നിന്ന് നമ്മളെ ശ്രീ ഭൂതനാഥ ക്ഷേത്രത്തിന് തെക്ക് പടിഞ്ഞാറ് ഭാഗത്തായാണ് ഈ ക്ഷേത്രമുള്ളത്. എല്ലാ മാസവും 1-ാം തീയതി കഞ്ഞിസദ്യ രാവിലെ 9 മണി മുതൽ നടത്തപ്പെടുന്ന ഒരു വിശേഷം കൂടി ഈ ക്ഷേത്രത്തിലുണ്ട്. മാത്രവുമല്ല, ഈ ക്ഷേത്രത്തിൽ കിഴക്കോട്ട് ദർശനമായി അന്നപൂർണേശ്വരി ദേവിയും പ്രഥമ ദർശനം, അതായത് നമ്മൾ അമ്പലത്തിലേക്ക് കയറി പോകുന്ന സമയത്ത് നമ്മൾ പ്രഥമ ദർശനമായി ഭദ്രകാളി ദേവിയുമാണ്. അപ്പൊ ഓരോ ക്ഷേത്രത്തിൽ കയറുമ്പോഴും നമുക്ക് ഓരോ അനുഭൂതിയാണ് ഉണ്ടാവുക. ക്ഷയത്രാണായതേ ഇതി ക്ഷേത്രായാം എന്നാണ് പുരാണങ്ങളിലൊക്കെ പറഞ്ഞിട്ടുള്ളത്. ക്ഷയത്തെ ത്രാണം ചെയ്യുന്നതെന്താണോ അതിനെയാണ് ക്ഷേത്രം എന്ന് പറയപ്പെടുന്നത്. തങ്ങളുടെ സങ്കടങ്ങളും ആകൃതകളും ഒക്കെ ഒരു ക്ഷേത്ര സന്നിധിയിൽ എത്തി പറഞ്ഞു തീർത്തു കഴിഞ്ഞാൽ അവിടെ തീരും ആ പ്രശ്നം എന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. അത് മാത്രവുമല്ല, ഇതെന്റെ കുടുംബക്ഷേത്രം കൂടിയാണ്. അപ്പോ ക്ഷേത്ര കാഞ്ഞിരത്തുമ്പുഴ ശ്രീ ഭദ്രകാളി അന്നപൂർണേശ്വരി ദേവി ക്ഷേത്രത്തിലെ വിശേഷങ്ങളിലേക്ക് നമുക്ക് പോയി വരാം. അപ്പോൾ ഇതാണ് ചാത്തന്നൂർ കാഞ്ഞിരത്തുമ്പുഴ ശ്രീ ഭദ്രകാളി ദേവി ക്ഷേത്രത്തിന് പ്രവേശന കവാടം. അപ്പോൾ ഫസ്റ്റിലെ അങ്ങോട്ട് കയറി ചെല്ലുമ്പോൾ തന്നെ വളരെ മനോഹരമായ രീതിയിൽ കൊത്തുപണിയൊക്കെ ചെയ്ത 3 വിഗ്രഹങ്ങളുള്ള ഗണപതി ഭഗവാനും അന്നപൂർണേശ്വരി ദേവിയും ശ്രീമുരുകനും 3 ഇടത്തായിട്ട് കുടികൊള്ളുന്ന ഒരു കവാടമാണ്. മനോഹരമായ രീതിയിൽ കളർ പെയിൻ്റൊക്കെ ചെയ്ത് പണി കഴിപ്പിച്ചിരിക്കുന്ന അതിമനോഹരമായ ഒരു കവാടം കടന്ന് വേണം ക്ഷേത്രത്തിലേക്ക് പ്രവേശിക്കാൻ. ക്ഷേത്രത്തിലേക്ക് പ്രവേശിച്ചാൽ പിന്നെ ചെറിയൊരു നടപ്പന്തൽ കാണാതെ കണ്ടില്ലേ. ഗണപതി ഭഗവാൻ അടുത്തും ഇടതുഭാഗത്തും, അതോടൊപ്പം തന്നെ ദേവി കരിമ്പിൻ തണ്ടും അതോടൊപ്പം തന്നെ പൊൻകോരിയും ഒക്കെയായി പിടിച്ചിരിക്കുന്ന അതിമനോഹരമായ ഒരു പ്രവേശന കവാടം കടന്ന് ക്ഷേത്രത്തിലേക്ക് കയറുമ്പോഴാണ് ദേവിയുടെ ആ മുഖം ചാർത്തി, ചന്ദനം കൊണ്ട് ചാർത്തി അതിമനോഹരമായ രീതിയിൽ അതീവ സുന്ദരിയായി ഒരുക്കിയിരിക്കുന്ന ഭദ്രകാളി ദേവിയുടെ മുഖം നമുക്ക് കാണുവാൻ സാധിക്കും. അതിനു മുന്നോടിയായി ക്ഷേത്രത്തിന് പുറത്തായിട്ട് തന്നെ തട്ടുവിളക്കുകളാണ്, ഓടിൻ്റെ തട്ടുവിളക്കുകളുണ്ട്. ഇത് ഉത്സവ സമയങ്ങളിലും അതോടൊപ്പം തന്നെ ഇപ്പോൾ വൃശ്ചിക മാസത്തിലും കത്തിക്കും. അത് ഇതിൻ്റെ തൂണുകളൊക്കെ എന്ന് പറഞ്ഞാൽ വളരെ നല്ല രീതിയിലാണ് പണിഞ്ഞു വച്ചിരിക്കുന്നത്. അതും വളരെ ശ്രേഷ്ഠമായ രീതിയിൽ തന്നെയാണ് പണിഞ്ഞു വച്ചിരിക്കുന്നത്. ഇത് വശത്തുകൂടിയുള്ള ഒരു കാഴ്ചയാണ് നിങ്ങൾക്ക് ഇപ്പോൾ കാണാൻ സാധിക്കുന്നത്. നല്ലൊരു അറ്റ്മോസ്ഫിയർ ആണ് കേട്ടോ ഈ ക്ഷേത്രത്തിലേക്ക് വന്ന കാഞ്ഞിരത്തുമ്പുഴ ശ്രീ ഭദ്രകാളി അന്നപൂർണേശ്വരി ദേവി ക്ഷേത്രം. ഓരോ ശ്രീകോവിലിൻ്റെ വശങ്ങളിലും ഓരോരോ മുദ്രകൾ, അതായത് ഓരോ മുഖങ്ങൾ ഇങ്ങനെ പതിപ്പിച്ചു വച്ചിരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഈ സൈഡിലെല്ലാം ഇന്ന് പൂമാലകളൊക്കെ കെട്ടിയിട്ടുണ്ട്. ഇന്ന് വൃശ്ചിക മാസമല്ലേ, അപ്പോൾ സ്വാമിമാരൊക്കെ വരും. പിന്നെ അമ്മ എല്ലാ ദിവസവും രാവിലെ വന്ന് ഇവിടുത്തെ ദേവി മന്ത്രസ്തുതികളൊക്കെ ഉരുവിടുക. അതിന് തൊട്ട് മുന്നിലായിട്ട് തന്നെയാണ് ഗണപതി ഭഗവാന്റെ കോവിൽ. അവിടെ സ്ഥിരമായിട്ട് തന്നെ ഒരു പന്തലിൻ്റെ കീഴിലായിട്ട് വലിയൊരു, അധികം വലുതല്ലാത്തൊരു ഹോമകുണ്ടം, ഗണപതി ഹോമകുണ്ടവും, തൊട്ടപ്പുറത്ത് നാഗരകാവുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് നാഗരകാവല്ല, അവിടെ യോഗീശ്വര സ്വാമിയും ബ്രഹ്മേശ്വര സ്വാമികളുമാണ്. നാഗരകാവ് തൊട്ടപ്പുറത്താണ് കേട്ടോ. അപ്പോൾ ഗണപതി ഭഗവാന്റെ തൊട്ടടുത്തായിട്ട് യോഗീശ്വര സ്വാമി, ബ്രഹ്മേശ്വര സ്വാമി, അതായത് യോഗീശ്വര സ്വാമിയുടെ മെതിയടിയും അതോടൊപ്പം തന്നെ ആ രുദ്രാക്ഷമാലയും ഒക്കെ അവിടെ ആ ഒരു വിഗ്രഹത്തിൻ്റെ അടുത്ത്, അല്ലെങ്കിൽ ആ ഒരു തറയുടെ അടുത്തായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഇത് കുറച്ച് മുകളിൽ നിന്നുള്ള വ്യൂ ആണ് നമുക്കിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത് സൈഡിൽ അന്നപൂർണേശ്വരി ദേവിയുടെ ആ ഒരു ശ്രീകോവിലാണ്. കാരണം ഒരിക്കലും ഞാൻ ദേവി വിഗ്രഹം ഒന്നും നേരിട്ട് ഷൂട്ട് ചെയ്യില്ല, നേരിട്ട് ഷൂട്ട് ചെയ്യാറില്ലെന്ന് തന്നെ പറയാം. അപ്പോൾ അതിനു മുന്നോടിയായിട്ട് നമ്മൾ കടന്നു വരുമ്പോൾ ഇതിൽ മണി കിട്ടുന്ന ഒരാളുണ്ട്. ഇവിടെ മണി കിട്ടുന്ന ഒരാളുണ്ട്. ആലല്ലത്, ക്ഷമിക്കണം, ഇത് പാലമരമാണ്. നല്ല മണമുള്ള, പൂക്കുന്ന നല്ല മണം, നല്ല അത്യാവശ്യം പൊക്കമൊക്കെ ഉണ്ട് കേട്ടോ ഈ പാലമരത്തിന്. ഇത് എൻ്റെ ചെറുപ്പത്തിൽ കുറച്ചുകൂടെ വലിപ്പം നീളം കുറവായിരുന്നു. ഇപ്പോൾ ഒരുപാട് വലുതായി. ഏകദേശം ഒരു 30-30 വർഷത്തോളം പ്രായം ഉണ്ടാവും ഈ ഒരു പാലയ്ക്ക്. ഇപ്പോൾ പൂത്ത് നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതാണ് അതിൻ്റെ ഒരു ചുറ്റുപാടും. അതോടൊപ്പം തന്നെ ഈ ക്ഷേത്രത്തിന്റെ ചുറ്റിനും വീടുകളാണ്. നമുക്ക് അധികം വീടുകളെന്ന് പറയുമ്പോഴത്തേക്ക് പെട്ടെന്ന് തന്നെ അയലത്തുള്ളവർക്ക് മറ്റുള്ള ഓടി തരാൻ പറ്റും. പക്ഷേ ഈ ക്ഷേത്രത്തിലെ കുടുംബാംഗങ്ങളൊക്കെ ദൂരെ ഉള്ളവരാണ്. എന്തിനേറെ ഞാനും കുറച്ച് ദൂരെയാണ് താമസിക്കുന്നത്. ഞാൻ കോഷക്കാവ് ക്ഷേത്രത്തിനടുത്താണ് താമസിക്കുന്നത്. അപ്പോൾ നിരവധിയായ ഭക്തജനങ്ങൾ ഇങ്ങനെ എത്തിക്കൊണ്ടിരിക്കും. നമുക്ക് ക്ഷേത്രം മേൽശാന്തിയുടെ വാക്കുകളിലേക്ക് ഒന്ന് പോവാം. അപ്പോൾ ക്ഷേത്രത്തിലെ മേൽശാന്തി ടെമ്പിൾ വീഡിയോസിനോട് ക്ഷേത്രത്തിലെ വിശേഷങ്ങളെ കുറിച്ച് ഒന്ന് വിവരിക്കുന്നുണ്ട്. ക്ഷേത്ര ശാന്തിയാണ് നമ്മുടെ മുന്നിൽ നിൽക്കുന്നത്. അപ്പോൾ ശാന്തിയുടെ പേരെന്ന് പറയാമോ?
എന്റെ പേര് ഹരിശാന്തി എന്നറിയപ്പെടുന്നു. എവിടെ സ്ഥലം? എന്റെ നാട് പുനലൂർ മാമ്പഴത്തറ. പുനലൂർ മാമ്പഴത്തറ. അവിടെ വേറെ ക്ഷേത്രത്തിലെ ശാന്തിയായിട്ട് പോളത്തറ ഗുരുവര മഹാവിഷ്ണു ക്ഷേത്രത്തിലാണ് ഇതിനു മുമ്പ് നിന്നത്. വലിയ വലിയ ക്ഷേത്രങ്ങളിലൊക്കെ നിന്നിട്ടുണ്ടല്ലേ? അപ്പൊ ഇവിടുത്തെ മെയിൻ വിശേഷങ്ങൾ, അതായത് പൂജാതി കർമ്മങ്ങൾ എപ്പോഴും വളരെ വലുതാണ്. അതായത് ഓങ്കാരം മുഴക്കുന്ന മണിനാഥവും ശംഖനാഥത്തിന്റെ ഒക്കെ അകമ്പടിയോടുകൂടി നമ്മൾ ക്ഷേത്രത്തിൽ വന്നാൽ തന്നെ അതിനൊരു പ്രത്യേക ഒരു അനുഭൂതിയും ഒരു പ്രത്യേക ഒരു എന്താ പറയാൻ വാക്കുകളില്ല. അപ്പൊ വന്നു കയറിയപ്പോൾ തന്നെ ഈ ക്ഷേത്രത്തിൽ ആദ്യമായിട്ട് കണ്ട ഭദ്രകാളി ദേവിയുടെ മുഖം ചാർത്താണ്. അത് കണ്ടപ്പോൾ തന്നെ അവിടെ നിന്ന് എനിക്ക് ഇങ്ങനെ എന്താ പറയാ ടെമ്പിൾ വീഡിയോസിന്റെ ആ പ്രേക്ഷകരെ നമ്മൾ കാണണം. പക്ഷെ എനിക്ക് ക്യാമറയിൽ പകർത്താൻ ഉള്ള ഒരു അനുവാദം ഇവിടെ തന്നിട്ടില്ല. കാരണം ഒരു അമ്പലത്തിൽ ഞാൻ ക്ഷേത്രത്തിനുള്ളിലെ ആ മൂർത്തി ഞാൻ ഒരിക്കലും ഷൂട്ട് ചെയ്യില്ല. അതിന് പകരമുള്ള ക്ഷേത്രത്തിന്റെ ചുറ്റുമുള്ള കാഴ്ചകൾ മാത്രമാണ് നിങ്ങളെ കാണിച്ച് ബാക്കിയുള്ള വിശേഷങ്ങളാണ് പങ്കുവെക്കുന്നത്. പക്ഷെ വളരെ മനോഹരമായിട്ടാണ് ഭദ്രകാളി ദേവി ഇന്ന് മുഖം ചാർത്തിയിരിക്കുന്നത്. അത് വന്ന് കണ്ടാലേ നിങ്ങൾക്ക് മനസ്സിലാവും, അത്ര മനോഹരമായിട്ടാണ് ചെയ്തിരിക്കുന്നത്. അപ്പൊ അവിടുത്തെ വിശേഷങ്ങളെ കുറിച്ച് പറയാമോ? ഒരു വിശേഷം ദിവസങ്ങൾ എന്ന് പറയുന്നത്, ക്ഷേത്രം രാവിലെ 5:30 ശേഷം തുറക്കും. 5:30 തുറന്ന് 9:30 ആകുമ്പോൾ പൂജ, രാവിലെ പ്രഭാത പൂജ അവസാനിക്കുന്നത്. വൈകുന്നേരം 5:30 തുറന്ന് 7:30 ആകുമ്പോഴത്തേക്ക് അന്നത്തെ പൂജ അവസാനിപ്പിക്കുന്നതാണ്. ഒപ്പം ഇവിടെ ഇപ്പോൾ നിലവിൽ വന്നിരിക്കുന്നത് എല്ലാ പൗർണമി നാളിലും പൗർണമി പൂജയും പൗർണമി പൂജ നടത്തുന്നുണ്ട്. ഇത് വളരെ പ്രധാനമുണ്ട്. ചന്ദ്രന് പക്ഷഫലം കൂടുതലുള്ള ദിവസമായതുകൊണ്ട് പ്രാർത്ഥനയ്ക്ക്, പൂജയ്ക്ക്, കർമ്മത്തിന്, ഹോമത്തിന് വൈകുന്നേരങ്ങളിൽ രാവിലെയാണ് ഹോമത്തിന് ഇരട്ടി പ്രാധാന്യം, ഇരട്ടി ബലവും ശക്തിയും ഉണ്ടാകുന്നതാണ്. പൗർണമി പൂജ ധാരാളം ഭക്തജനങ്ങൾ ഇപ്പം പങ്കെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ എല്ലാ തിരുവാതിര നക്ഷത്രത്തിലും മൃത്യുഞ്ജയ ഹോമം നടത്താറുണ്ട്. തിരുവാതിര നക്ഷത്രത്തിൽ മൃത്യുഞ്ജയ ഹോമം നടത്താറുണ്ട്. പൗർണമി പൂജ എന്ന് പറയുന്നത് ചാത്തന്നൂരിൽ ഞാൻ ആദ്യമായിട്ടാണ് ചെയ്യുന്നത്. പൗർണമി പൂജ ഈ ക്ഷേത്രത്തിൽ മാത്രമായിരിക്കും. അങ്ങനെ എന്താ ഉണ്ടെങ്കിൽ കമന്റ് ചെയ്തേക്കണം കേട്ടോ. എല്ലാ തിരുവാതിര നക്ഷത്രത്തിൽ മൃത്യുഞ്ജയ ഹോമം നടത്താറുണ്ട്. മഹാദേവന് മൃത്യുഞ്ജയ ഭാവത്തിൽ നിൽക്കുന്ന മഹാദേവനാണ് കാഞ്ഞിരത്തമ്പല ഭദ്രകാളി ക്ഷേത്രത്തിലുള്ളത്. മൃത്യുഞ്ജയ ഹോമം നടത്താറുണ്ട്. പിന്നെ ആയില്യനാളിൽ ആയില്യ പൂജ നടത്തുന്നുണ്ട്. സർവോപരി ഇപ്പം മണ്ഡലകാലങ്ങളിൽ 41 ദിവസം മണ്ഡല പൂജ വരാറുണ്ട്. വിളക്ക് പൂജ, ഭാഗവത പാരായണം, ചാർത്ത്, വിശേഷ പൂജകളുണ്ട്. ഇതിലുപരി ധാരാളം എല്ലാ വ്യാഴാഴ്ചകളിലും ലഘുവായിട്ട് യോഗീശ്വര പൂജയും, എല്ലാ മലയാള മാസം 1-ാം തീയതി യോഗീശ്വര പൂജ, വിശേഷ യോഗീശ്വര പൂജയും സർവ്വമൂർത്തികൾക്കും പൂജ നടത്തുന്നുണ്ട്. ആൾക്കാർ ഭക്തജനങ്ങളുടെ ആവശ്യപ്രകാരം യക്ഷി പൂജ, വടയക്ഷി പൂജയും ഇവിടെ നടത്താറുണ്ട്. ഇപ്പോൾ ഇത്രയാണ് ഈ ക്ഷേത്രത്തിൽ പ്രധാനമായി നടത്തിയിട്ടുള്ളത്. അപ്പോ ക്ഷേത്രം ശാന്തി ഒരിക്കൽ കൂടി നമ്മളോടൊപ്പം ചേരുകയാണ്. അപ്പൊ ഞാൻ ഇതിനകത്ത് ഏറ്റവും വലിയ പ്രത്യേകത കാട്ടിൽമേക്കൽ ക്ഷേത്രത്തിന്റെ വീഡിയോ ഓൾറെഡി ഞാൻ എന്റെ ഈ ചാനലിൽ ടെലികാസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതുപോലെ തന്നെയാണ് ഇങ്ങോട്ട് കയറി വരുമ്പോഴും വലിയ ഒരു പ്രധാനമായിട്ട് നമ്മളെ സ്വീകരിക്കുന്ന വലിയൊരു പാലയാണ്. വൈകുന്നേരങ്ങളിൽ പാല പൂത്തു കഴിഞ്ഞാലുള്ള മണം നിങ്ങൾക്ക് ഏവർക്കും അറിയാം. അസാധ്യ മണമാണ്. അത്രയേറെ ഉയരത്തിൽ പൂത്തു നിൽക്കുന്ന ഒരു പാലയുണ്ട്. അതിന് ചുറ്റിലുമായി സംരക്ഷണ വേലി തീർത്തിട്ടുണ്ട്. ആ സംരക്ഷണ വേലിയിൽ വന്ന് കണ്ടപ്പോൾ തന്നെ കാണുന്ന കാഴ്ച എന്ന് പറഞ്ഞാൽ കാട്ടിൽമേക്കൽ ക്ഷേത്രത്തിനെ പോലെ തന്നെ അതിന്റെ സംരക്ഷണ വേലിയിൽ ഭക്തജനങ്ങൾ മണി കെട്ടിയിരിക്കുകയാണ്. അപ്പൊ ഈ മണി എന്തിനാണ് കെട്ടുന്നതിനെ കുറിച്ച് ഇവിടുത്തെ ഒരു ആചാരങ്ങൾ വേറെ ആയിരിക്കും, മറ്റൊരു ക്ഷേത്രങ്ങളുടെ ആചാരം വേറെ ആയിരിക്കും. അപ്പൊ അതൊന്ന് ചോദിച്ചു നോക്കാം. ശാന്തി, എന്തിനായിരിക്കും ഇങ്ങനെ ഭക്തജനങ്ങൾ മണി കെട്ടുന്നത്? ഈ ഉദിഷ്ടകാര്യ സാധ്യത്തിന് ശേഷമാണ് അവർ വന്ന് മണി കെട്ടാറുള്ളത്. കാര്യം സാധിച്ചു. സാധാരണയായിട്ട് കാട്ടിൽമേക്കൽ ക്ഷേത്രത്തിൽ 7 വലത്ത് പൂർത്തിയാക്കി ആ ആലിനെ കെട്ടിക്കഴിഞ്ഞാൽ മാത്രമേ കാര്യം സാധിക്കൂ എന്നാണ് പറയുന്നത്. ഇവിടെ സങ്കല്പിച്ചതിന് ശേഷം സങ്കല്പിച്ചതിന് ശേഷം കാര്യസാധ്യതയ്ക്ക് ശേഷം വന്ന് ഭക്തജനങ്ങള് മണി ക്ഷേത്ര കമ്മിറ്റി ഓഫീസിൽ നിന്ന് വാങ്ങിച്ച് അല്ലെങ്കിൽ വാങ്ങിച്ചുകൊണ്ട് വന്ന് ക്ഷേത്രത്തിൽ പൂജിച്ച് ഭദ്രകാളി ക്ഷേത്രത്തിലേക്ക് 4 വലം വെച്ച് വന്ന് പ്രസ്തുത സ്ഥലത്ത് കെട്ടാറാണ് ഉള്ളത്. അപ്പൊ ഇത് കാര്യം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അവർ കിട്ടും. ധാരാളം ഭക്തജനങ്ങൾ അങ്ങനെ വരാറുണ്ട്, ചെയ്യുന്നുണ്ട്. ഞാൻ കുറച്ചു മുമ്പേ തന്നെ പറഞ്ഞു കഴിഞ്ഞു, ഞാൻ ഈ ക്ഷേത്രം എന്റെ കുടുംബക്ഷേത്രം കൂടിയാണ്. അതുകൊണ്ട് ഒരുവിധപ്പെട്ട പൂജകളെ കുറിച്ചൊക്കെ എനിക്കറിയാം. എങ്കിലും ക്ഷേത്രത്തിലെ അടുത്തായി താമസമുള്ള ക്ഷേത്രത്തിലെ ഓഫീസ് സ്റ്റാഫ് അശോകൻ, അദ്ദേഹത്തിനോട് നമുക്ക് മറ്റുള്ള വിശേഷങ്ങൾ ചോദിച്ച് മനസ്സിലാക്കാം. അപ്പൊ ഇവരുടെ ഉത്സവം എന്താണ് വരുന്നതെന്ന് പറയാമോ? നമസ്കാരം. ഉത്സവം കുംഭത്തിലെ രോഹിണി നക്ഷത്രത്തിൽ. കുംഭത്തിലെ രോഹിണി നക്ഷത്രത്തിലാണ്. എത്ര ദിവസത്തെ ഉത്സവമാണ്? 10 ദിവസത്തെ ഉത്സവമുണ്ട്. ലാസ്റ്റ് കുംഭത്തിലെ രോഹിണി മഹോത്സവത്തോടുകൂടി ഗുരുതിയോടുകൂടി സമാപിക്കും.
അതായത് 10 ദിവസത്തെ ഉത്സവമാണ്. ലാസ്റ്റ് 3 ദിവസമാണ് വളരെ മനോഹരമായിട്ട് കൊണ്ടാടുന്നത്. സദ്യ നടന്നു. സദ്യ നടത്താറുണ്ട്. വിപുലമായ സദ്യയാണ്. വിപുലമായിട്ടുള്ള ഇരുത്തി നമ്മള് സദ്യയായിട്ട് പന്തലിട്ട് നമ്മള് ഒരു സദ്യയായിട്ട് തന്നെ, അതായത് പ്രഥമൻ സഹിതം പരിപ്പ്, പപ്പടം, സാമ്പാർ, അച്ചാറ് എന്ന് വിപുലമായിട്ട് തന്നെ. കൂടാതെ നമ്മള് കുരയിൽ വിള യുവജനവേദി അവരുടെ തൈപ്പൂയ മഹോത്സവം അത് വളരെ പ്രത്യേകതയുള്ള സംഭവമാണ്. അവര് കുരയിൽ വിള യുവജനവേദിയുടെ ശ്രീമുരുക യുവജനവേദി, അതെ അതെ, അവരുടെ തൈപ്പൂയ മഹോത്സവം ഇവിടെ വെച്ചാണ് അവർ നടത്തുന്നത്. അതിനോടനുബന്ധിച്ചും അവര് സദ്യയും മറ്റ് കാര്യങ്ങളും നടത്താറുണ്ട്. അങ്ങനെ കാരണം ഈ ക്ഷേത്രം അന്നപൂർണേശ്വരി ഒരു കൈയിൽ പൊൻചട്ടകവും മറുകയിൽ പൊൻകൂരികയുമായി കിഴക്കോട്ട് ദർശനമായാണ് ഇവിടെ അന്നപൂർണേശ്വരി ദേവി കുടികൊള്ളുന്നത്. അപ്പോൾ ഇവിടെ അന്നദാനത്തിന് വളരെയേറെ പ്രാധാന്യമുള്ള ഒരു ക്ഷേത്രം കൂടിയാണ്. അതാണ് അന്നപൂർണേശ്വരി ദേവിയുടെ ക്ഷേത്ര സന്നിധി. അതായത് തൈപ്പൂയ നാളുകളിൽ കുരയിൽ വിള ശ്രീമുരുക യുവജനവേദിയുടെ ഭക്തജനങ്ങൾ ഇവിടെ നിന്നാണ് അവരുടെ ആഘോഷം ആരംഭിക്കുന്നത്. അതായത് വേൽകുത്തിത്തുള്ളല്, കാവടി, നേറകുടം, അങ്ങനെ തുടങ്ങി നിരവധിയായ, അതായത് പറമക്കാവടി ഉൾപ്പെടെ ഇവിടെ നിന്നാണ് ആരംഭിക്കുന്നത്. അതൊരു വളരെ വലിയൊരു പ്രത്യേകതയാണ് ഇവിടുത്തത്. പിന്നെ ഇവിടെ ഈ ഒന്നാം തീയതികളിൽ, അതായത് എല്ലാ മാസവും മലയാള മാസം 1-ാം തീയതികളിൽ എങ്ങനെയാണ് നടത്തുന്നത്? കഞ്ഞിസദ്യ രാവിലെ 8:30-നും 9:00-നും ഇടയ്ക്ക് നമ്മൾ തുടങ്ങും. കാരണം ഓഫീസിൽ പോകേണ്ടവർക്കും കുട്ടികൾക്കും സാധാരണയായിട്ട് ഉച്ചയ്ക്കാണ് കഞ്ഞി. കാലത്ത് കൊടുത്താൽ അവര് പിന്നെ സ്കൂളിൽ പോകേണ്ടവർക്കും ഓഫീസിലും മറ്റ് വ്യാപാരി കച്ചവടക്കാർക്ക് അവർക്കെല്ലാം ഇതില് ഉൾക്കൊണ്ടിട്ട് അവർക്ക് ജോലിക്ക് പോകാം. അതുകൊണ്ട് കാലത്തെ തന്നെ ഒരു 8:30-9 നല്ല സമയമാണ്. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് നമ്മള് കഞ്ഞി സദ്യ കഴിച്ചിട്ട് പോകും. അത് എങ്ങനെയാണ്? ക്ഷേത്രമാണോ നടത്തുന്നതോ മറ്റു ഭക്തജനങ്ങളാണോ, കുടുംബക്കാരോ? ക്ഷേത്രമല്ല, പിന്നെ ഓരോരുത്തരും ഇങ്ങനെ ആൾറെഡി ബുക്ക് ചെയ്തേക്കുവാണ്. ബുക്ക് അവര് പിന്നെ 5-8 മാസത്തേക്ക് ഇപ്പം ബുക്ക് ആയിട്ടുണ്ട്. അഡ്വാൻസ് ആയിട്ട് ബുക്ക് ചെയ്യാം. കൂടാതെ ഇപ്പം അയ്യപ്പന്റെ കഞ്ഞി സദ്യ അങ്ങനെ ആരെങ്കിലും മലയ്ക്ക് പോകുന്നെങ്കിൽ അഡീഷണൽ ആയിട്ട് ഇപ്പം അടുത്ത ഒരു പിന്നെ അശ്വതി നാളിലൊരു കഞ്ഞി സദ്യ ഉണ്ട്. അപ്പോൾ ഇവിടുത്തെ ക്ഷേത്ര ഉത്സവത്തിന്റെ അവസാന ദിവസം തന്നെ വളരെ മനോഹരമായ കെട്ടുകാഴ്ച. ഇവിടെ ആനയുടെ പുറത്ത് കയറി, അതായത് തിടമ്പിലേറി ഊര് ചുറ്റുന്ന ഘോഷയാത്രയാണ്. ഒട്ടുമിക്ക ക്ഷേത്രങ്ങളിലും അങ്ങനെ തന്നെയായിരിക്കാം. ആനയെ പ്രവേശിപ്പിക്കാത്ത ക്ഷേത്രങ്ങൾ നിരവധിയായിട്ടുണ്ട്. തൊട്ടടുത്ത ക്ഷേത്രമായ ശ്രീ ഭൂതനാഥ ക്ഷേത്രത്തിലാണെങ്കിൽ അവിടുത്തെ ഉത്സവം 10 നാളാണെങ്കിൽ അവിടെ 10-ാം ദിവസം 10-15 അനേകായിരം ഗജരാജാക്കന്മാരാണ് നിരക്കുന്ന ഉത്സവമാണ്. എന്നാൽ ഈ ക്ഷേത്രത്തിൽ ഒരു ഗജവീരനെ കൊണ്ടുവരികയും ആ ഗജവീരന്റെ ശിരസിലേറിയാണ് ഊരി ചുറ്റാൻ പോകുന്നത്. നിരവധിയായ വാദ്യമേളങ്ങൾ ഉണ്ടാവും. ഏതൊക്കെ സൈസ് വാദ്യമേളങ്ങളാണ് ഉണ്ടാവുക? ഉത്സവ ദിവസം രാവിലെ തന്നെ പൊങ്കാല ഉണ്ടാവും. പൊങ്കാല കഴിഞ്ഞിട്ട് വൈകിട്ട് ഊരുചുറ്റിൽ ഏകദേശം ഇവിടുത്തെ ചാത്തന്നൂരിന്റെ പരിസരത്തുള്ള അമ്പലങ്ങളിൽ എല്ലാം ഇവിടുന്ന് തിടമ്പ് എഴുന്നള്ളിച്ച് കൊണ്ടുപോയിട്ട് പരിസരത്തുള്ള അമ്പലം എല്ലാം കറങ്ങി ഇവിടെ തിരികെ എത്തും. അതിൻ്റെ കൂടെ തന്നെ ബാലിക ബാലന്മാരുടെ ഈ ഇതുകൊണ്ട് താലപ്പൊലി അത് ഒരു പ്രത്യേകമായിട്ടുള്ള നല്ല ഒരു അരങ്ങാണ്. അപ്പോൾ ഈ കടന്നു പോകുന്ന ചേച്ചിയാണ് ഇവിടുത്തെ എല്ലാ കാര്യങ്ങളും നോക്കി നടത്തുന്നത്. കഴകം എന്ന് വേണമെങ്കിൽ പറയാം. പിന്നെ ഈ കാണുന്നതാണ് തൈപ്പൂയ ദിനങ്ങളിൽ ശ്രീമുരുക യുവജനവേദി കുരയിൽ വിള അന്നദാനത്തിന് അഥവാ കഞ്ഞിസദ്യക്ക് വേണ്ടിയിട്ട് അരി അങ്ങോട്ട് അണ്ടാവിലേക്ക് ഇടുന്ന ഒരു രംഗമാണ് കേട്ടോ. ഇവിടെ അന്നദാനത്തിന് ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. ഈ ഒരു തൈപ്പൂയ നാളിലും എല്ലാവർക്കും സദ്യ തന്നെയാണ് ശ്രീമുരുക യുവജനവേദി കുരയിൽ വിള നൽകുന്നത്. പിന്നെ വേൽകുത്തിന് ആവശ്യമായ എല്ലാ ഒരുക്കങ്ങളും തലേ ദിവസം തന്നെ ഒരുക്കി പറവക്കാവടിക്കും അഗ്നിക്കാവടിയില്ല ഈ കാവടി എവിടത്തേക്കാണ് പോകുന്നത് എന്ന് നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ താഴെ ഒരു ക്ഷേത്രമുണ്ട്. ഈ ക്ഷേത്രത്തിന് താഴെ തന്നെ ആനന്ദഗിരി സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലേക്കാണ് ഈ കാവടി എല്ലാം എത്തുന്നത്.
നാടിൻ്റെ നാനാഭാഗത്തു നിന്നുള്ള വേൽകുത്ത് ഘോഷയാത്രകൾ ഈ ക്ഷേത്രത്തിലെത്തുന്നത്. ആ ക്ഷേത്രത്തിൻ്റെ ഒരു പ്രത്യേകത കൂടിയുണ്ട്. ആനന്ദഗിരി കുന്നിന് മുകളിലാണ് ശ്രീമുരുകൻ വസിക്കുന്നത്. അതായത് ശ്രീനാരായണ ഗുരുദേവൻ്റെ സ്പർശമേറ്റ ഒരു ക്ഷേത്രം കൂടിയാണ് ആ ശ്രീമുരുക ക്ഷേത്രം. ശ്രീനാരായണ ഗുരുദേവൻ അവിടെ ഒരിക്കൽ വന്നിരിക്കുമ്പോൾ എനിക്ക് വളരെയധികം ആനന്ദം തോന്നുന്നു എന്ന് പറഞ്ഞതിന് ശേഷമാണ് ആ ഒരു ക്ഷേത്രത്തിന് ആനന്ദഗിരി സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രം എന്ന പേരുണ്ടായത്. അപ്പോൾ ഈ വേൽകുത്താനുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയാക്കി രാവിലെ തൈപ്പൂയ ദിനം രാവിലെ തന്നെ ഭക്തജനങ്ങൾ വ്രതം നോറ്റ് എത്തിച്ചേരുന്ന ഭക്തജനങ്ങൾ അവർക്ക് വേൽകുത്തി അവർ നേരെ ആനന്ദഗിരിയിലേക്ക് ഘോഷയാത്രയായി പോകുന്നതാണ്. ഇത് ക്ഷേത്രത്തിൻ്റെ ഉത്സവത്തിൻ്റെ ചെണ്ടമേളമാണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്നെ സപ്പോർട്ട് ചെയ്യുക. എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, എന്നെ മാക്സിമം പ്രോത്സാഹിപ്പിക്കുക. ഇതുപോലുള്ള വീഡിയോസ് നിങ്ങളിലേക്ക് എത്തിക്കുവാനായിട്ട് ഞാൻ പരമാവധി ശ്രമിക്കുന്നതാണ്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ